ഇറാനെ ഏത് നിമിഷവും ആക്രമിക്കാനുള്ള സർവ്വസന്നാഹങ്ങളും ഒരുക്കിയിരിക്കുകയാണ് പാകിസ്ഥാൻ. അമേരിക്കയുടെ അഭിമാനമായ USS എബ്രഹാം ലിങ്കൺ ഇപ്പോഴിതാ ഇറാന്റെ തീരത്തേക്ക് കൂടുതൽ അടുത്തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ഏത് നിമിഷവും ഇറാനിലെ ആണവ പ്ലാന്റുകളിലേക്ക്, ഇറാന്റെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകും. ഇറാന്റെ ചുറ്റും 40,000-ത്തിലധികം സൈനികരെ വിന്യസിച്ചു എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഇറാനിൽ നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനമാണെന്നും ഇറാനിൽ സാധാരണക്കാരായ സ്ത്രീകളെയും കുട്ടികളെയും അതിക്രൂരമായി കൊന്നൊടുക്കുകയാണ് ആയത്തുള്ള അലി ഖമേനി ഭരണകൂടമെന്നുമുള്ള വലിയ വിമർശനമാണ് ഇപ്പോൾ അമേരിക്കയുടെ വലിയ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ ഒരുങ്ങിയിരിക്കുന്നത്. അമേരിക്ക ഉടനടി ഇറാനെ ആക്രമിക്കും. അതിനുള്ള എല്ലാ സന്നാഹങ്ങളും ഇപ്പോൾ അമേരിക്ക ഒരുക്കിയിരിക്കുന്നു. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ എയർബേസുകൾ, പ്രത്യേകിച്ച് ഖത്തറിലും ജോർദാനിലുമുള്ള എയർബേസുകളിലേക്ക് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ, പ്രത്യേകിച്ച് F-15 ഫൈറ്റർ ജെറ്റുകൾ നിരവധി എണ്ണം ഇതിനകം എത്തി എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഇറാന്റെ ആണവ നിർമ്മാണ പ്ലാന്റുകൾ, ഇറാന്റെ റോക്കറ്റ് നിർമ്മാണ കേന്ദ്രങ്ങൾ, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ തന്നെ അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കഴിഞ്ഞ മാസം 28-ന് ഇറാനിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടായതിന് പിന്നാലെ ഇതുവരെ ആയത്തുള്ള അലി ഖമേനി ഒളിവിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേലിന്റെ മൊസാദിന്റെ ചാരന്മാർ ഇറാനുള്ളിൽ വട്ടമിട്ട് പറക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ആഭ്യന്തര കലഹത്തിനിടയിൽ, ആഭ്യന്തര സംഘർഷത്തിനിടയിൽ ഖമേനിയെ വധിക്കാനുള്ള വമ്പൻ ഓപ്പറേഷനാണ് മൊസാദ് നടത്താൻ പോകുന്നത് എന്ന ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ ചാര സംഘടനയാണ് മൊസാദ്. മൊസാദിന്റെ നിരവധി ചാരന്മാർ, നിരവധി ഏജന്റുമാർ ഇറാനുള്ളിൽ കടന്നിട്ടുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇറാന്റെ ഭരണകൂടം തന്നെ നേരത്തെ പുറത്തുവിട്ടിരുന്നു. അതിന്റെ ഫലമായിട്ടാണ് ആയത്തുള്ള അലി ഖമേനിയെ ഒളിവിൽ പാർപ്പിച്ചിരിക്കുന്നത്, അതീവ രഹസ്യ സങ്കേതത്തിലേക്ക് പാർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ഇതാ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയത്തുള്ള അലി ഖമേനിയെ വെല്ലുവിളിച്ചിരിക്കുന്നു. ഇനിയും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇറാനിൽ നടത്താനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ഏത് നിമിഷം വേണമെങ്കിലും ഖമേനിയുടെ കൊട്ടാരം ആക്രമിക്കും, ഖമേനിയുടെ ഓഫീസ് തന്നെ ആക്രമിക്കും. ഖമേനി എത്ര പാതാളത്തിൽ പോയി ഒളിച്ചാലും ഖമേനിയുടെ ആ ഒളികേന്ദ്രം ആക്രമിച്ച് ആയത്തുള്ള അലി ഖമേനിയെ വധിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിട്ടുള്ള വലിയ മുന്നറിയിപ്പ്. എന്തായാലും ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരിക്കുന്നു അമേരിക്കയുടെ പടക്കപ്പലുകൾ, ഫൈറ്റർ ജെറ്റുകൾ, 40,000-ത്തിലധികം വരുന്ന ഭടന്മാർ എല്ലാം തന്നെ ഇറാനു ചുറ്റും നങ്കൂരമിട്ടിരിക്കുകയാണ്. ഒരു വലിയ സംഘർഷം, ഒരു വലിയ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ കാണാൻ പോകുന്നത്. അതേസമയം റഷ്യയും ചൈനയും ഇറാനെ പിന്തുണച്ച് രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പുതിയ വാർത്തയാണ്. ഇറാനിലേക്ക് വൻതോതിൽ ആയുധങ്ങൾ ചൈന നൽകി എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയാണ്. 2 പടുകൂറ്റൻ പടക്കപ്പലുകൾ ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് എത്തിയെന്നും അതിൽ നിറയെ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളുമാണ് എന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്ന വാർത്ത. അങ്ങനെ ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ ഇറാൻ ഉണ്ടെങ്കിൽ അമേരിക്കയുടെ ഒരു ആക്രമണം ഇറാനിലേക്ക് ഉണ്ടായാൽ അത് 3ാം ലോക മഹായുദ്ധമായി പരിണമിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. കാരണം ഒരു ഭാഗത്ത് റഷ്യ, ചൈന, ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾ, മറുഭാഗത്ത് അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ള മറ്റു രാജ്യങ്ങൾ. ഇവ രണ്ടും 2 ധ്രുവങ്ങളിൽ നിന്ന് ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും അതൊരു 3ാം ലോക മഹായുദ്ധമായി പരിണമിക്കാനുമുള്ള സാധ്യതയുമുണ്ട്.